പക്ഷേ ഈ 9 പരിപാടികൾ നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ 9 പ്രഭാഷണങ്ങളും കടന്നുപോയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും ഭയാനകമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചും പൊതുവെ നമ്മുടെ മതനിരപേക്ഷ തകരുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ചൊക്കെ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഈ പ്രഭാഷണം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ ഒരുപാട് തവണ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് ഇപ്പോൾ ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള സേവനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിരവധി തിരക്കുണ്ടായ സമയത്ത് വരാൻ കഴിയില്ലെന്ന് പലതവണ ഞങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ വിടാതെ അദ്ദേഹത്തെ പിന്തുടരുകയാണ് ഉണ്ടായിട്ടുള്ളത്. പലതവണ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിളിക്കുകയും അതിൻ്റെ ആവശ്യകത ഡോക്ടർ രാജ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ്റെ ഒരു ആവശ്യകത ചേർപ്പ് മേഖലാ കമ്മിറ്റിക്ക് വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പിടിവാശിയിൽ പിടിച്ചു നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചപ്പോൾ 9-ാം തീയതി ഞങ്ങൾക്കാണ് തീയതി തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. എന്നിരുന്നാലും നമ്മൾ പരമാവധി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വിചാരിച്ച ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും എത്തിച്ചേരും എന്നാണ് നമ്മളെ പ്രതീക്ഷ. എന്തുതന്നെയായാലും ഏറ്റവും വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുസ്വരതയുടെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഒരു സ്ക്രീൻ അദ്ദേഹം നമുക്ക് നൽകുന്നു. നമുക്കറിയാം, യൂട്യൂബിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജ ഹരിപ്രസാദ്. അദ്ദേഹത്തിനെ ഇവിടെ കിട്ടിയതിലേറെ സന്തോഷമുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നമ്മുടെ 9-ാം പ്രഭാഷണ പരമ്പരയിൽ എത്തിച്ചേർന്ന ഡോക്ടർ രാജ ഹരിപ്രസാദിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള നമ്മുടെ വിനയേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനയേട്ടനെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അതുപോലത്തെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഏരിയയുടെ പ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷനും ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KS സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുസ്വരതയുടെ വെല്ലുവിളികൾ എന്ന വിഷയമാണ് ഡോക്ടർ രാജ ഹരിപ്രസാദ് സാർ ഇവിടെ സംസാരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മൈക്കിന് അങ്ങോട്ട് വയ്ക്കാൻ പറ്റുമോ? ബാക്കിലേക്ക് പ്രിയമുള്ളവരെ, പതിവ് പോലെ 2 കവിതകളിലൂടെ ഞാൻ ആരംഭിക്കുന്നു. ഒന്ന് ഫൗമിദ റിയാസ് എന്ന് പറയുന്നൊരു പാകിസ്ഥാനി കവിയുണ്ട്. കവയിത്രി വാക്ക് ഞങ്ങൾ പൊതുവിൽ ഉപയോഗിക്കാറില്ല. അവർ എഴുതിയൊരു കവിതയാണ്.
ആ കവിത തുടങ്ങുന്നത് അവരുടെ വാക്കുകളിൽ തന്നെ ഇങ്ങനെയാണ്: തും ബിൽക്കുൽ ഹം ജൈസേ നികലേ, തും ബിൽക്കുൽ ഹം ജൈസേ നികലേ, അബ് തക് കഹാം ഛുപേ ഥേ ഭായി, वो मूर्खता वो घामटपन जिसमें हमने सदी गवाई, आखिर पहुंची द्वार हमारे, अरे बधाई बहुत बधाई. ഏറെക്കുറെ സ്വതന്ത്രമായ മലയാള മൊഴിമാറ്റം ഇങ്ങനെയാണ്: നീയും വന്നു ഞങ്ങൾക്കൊപ്പം, പോയെങ്കിതുവരെ എൻ പൊന്നനിയ, നൂറ്റാണ്ടുകളായി ഞങ്ങൾ തുടർന്നൊരു വങ്കത്വം, അതേ അജ്ഞാനം, ഒടുവിൽ നീയും ഞങ്ങൾക്കൊപ്പം വരവായെന്നോ, എത്രയുദാരം. അഭിവാദ്യങ്ങൾ, ഒത്തിരി അഭിവാദ്യങ്ങൾ. 2014 നരേന്ദ്രഭായ് മോദിയുടെ ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിൽ കയറിയപ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുന്നു എന്ന കാഴ്ച കണ്ട് പാകിസ്ഥാൻ അപ്പുറത്തു നിന്ന് നമ്മളെ അഭിവാദ്യം ചെയ്യുകയാണ്. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കിത്ന വീർ മഹാൻ ധാ ഭാരത്, കിത്ന ആലീശാൻ ധാ ഭാരത്, फिर तुम लोग पहुँच जाओगे, बस परलोक पहुँच जाओगे, हम तो है पहले से वहाँ पर, तुम भी समय निकाल के रखना, ചിട്ടി വിട്ടി ഖേലേങ്കെ ഹം. എത്ര നല്ലൊരു രാജ്യമായിരുന്നു നിങ്ങളുടേത്. നാളെ നിങ്ങളും പരലോകത്തെത്തും. ഞങ്ങൾ പണ്ടേ പരലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. എന്നിട്ട് നിങ്ങൾ സമയം നോക്കിയിരുന്നോളൂ, നമുക്കവിടെ ഇരുന്നിട്ട് ചീട്ട് കളിച്ച് രസിക്കാം. ഇടയിൽ അവർ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ അനുഭവം നിങ്ങൾ കണ്ടതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തേ പഠിക്കാത്തത് എന്ന്. രണ്ടാമത്തെ കവിത അവർ എന്നു പേരുള്ള ഒരു കവിതയാണ്. സച്ചിദാനന്ദ മാഷ് എഴുതിയതാണ്. ഇടയിലൊന്ന് പറഞ്ഞു പോട്ടെ കേട്ടോ. സച്ചിദാനന്ദ മാഷ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു. സച്ചി മാഷെപ്പോലെ കൃത്യമായിട്ട് രാഷ്ട്രീയം ആറ്റിക്കുറുക്കി പറയാൻ കഴിയുന്ന വളരെ അപൂർവം ആളുകൾ മാത്രമേ നമ്മുടെ നാട്ടിൽ ശേഷിച്ചിട്ടുള്ളൂ. മാഷൊക്കെ ആ സ്ഥാനം ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആത്മഹത്യാമനമ്പലേക്ക് പോകുന്നതിന് തുല്യമാണ് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. MF ഹുസൈനെ നാട് കടത്തിയപ്പോൾ അന്ന് സച്ചിമാഷ എഴുതിയ കവിതയാണിത്. കവിത ഇങ്ങനെയാണ്: നീ പ്രണയത്തെക്കുറിച്ച് എഴുതുകയാകും, അല്ലെങ്കിൽ അതിനു മുമ്പും പിമ്പുമുള്ള മഹാശൂന്യതയെക്കുറിച്ച്. അവർ നിന്റെ കടലാസ് പിടിച്ചു വാങ്ങി തുണ്ടുതുണ്ടായി പറയും, ഇത് രാജ്യദ്രോഹമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ ക്യാൻവാസിൽ നിന്നെ തന്നെ വിസ്മയിപ്പിച്ച് വിരിയുന്ന ആകാരങ്ങളിൽ മുഴുകി വർണ്ണങ്ങളെ ധ്യാനിക്കുകയായിരിക്കും. അവർ നിന്റെ ക്യാൻവാസിന് തീ കൊളുത്തി വിധിക്കും, ഇത് അശ്ലീലമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ വത്സര ശബ്ദത്തിൽ കുട്ടികളോട് കാരുണ്യത്തെക്കുറിച്ചുള്ള ബുദ്ധകഥകൾ പറയുകയായിരിക്കും. അവർ നിന്റെ കുട്ടികളെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി കൽപ്പിക്കും, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാളെ കല്ലെറിഞ്ഞു കൊല്ലൂ. നീ പറവയും അരുവിയും ഇളങ്കാറ്റുമൊത്ത് സ്നേഹവും വിശ്വാസവും തുളുമ്പുന്ന ഒരു പാട്ട് മൂടുകയായിരിക്കും. അവർ നിന്റെ പാടുന്ന നാവിന് നേരെ തൃശൂലം നീട്ടി അട്ടഹസിക്കും. നീ മനുഷ്യനെതിരെ പ്രകൃതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണ്, നിന്റെ വിധി ഒറ്റുകാരുതയുടെയാണ്. നീ കണ്ടത് വിളിച്ചു പറയുകയായിരിക്കും, നീതിക്ക് വേണ്ടി കൈയുയർത്തി നിലവിളിക്കുകയായിരിക്കും. അഥവാ ഏകാന്തതയിൽ നിന്റെ ദൈവത്തോട് നിശബ്ദം ശാന്തിക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും. അവർ സ്വസ്തികയുമായി വന്ന് ചോദിക്കും, നിന്റെ ദൈവം ഏതാണ്? നിന്റെ വംശം, ദേശം, ഭാഷ. അരുത്, ഉമ്മ വയ്ക്കരുത്, പ്രാർത്ഥിക്കരുത്, സത്യം പറയരുത്, അഹിംസയെക്കുറിച്ച് ശബ്ദിക്കരുത്. ചരാചരങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അവർ നിന്റെ ചുണ്ടുകൾക്കിടയിൽ കനൽ തിരിക്കും, നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. അവർ മറ്റാരുമാവില്ല, നിന്റെ സുഹൃത്ത്, സഹപാഠി, നിന്റെ ബന്ധു, അയൽക്കാരൻ, പ്രണയി, നിന്റെ സ്വന്തം സഹോദരൻ. അഥവാ ആർക്കറിയാം ഒരുപക്ഷെ നീ തന്നെ. ഈ രണ്ട് കവിതകളും നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ഒത്തുചേരുന്നത്. ഞാൻ നിങ്ങളെ സംബോധന ചെയ്തത് പ്രിയമുള്ളവരെ എന്നാണ്. എനിക്കങ്ങനെ സംബോധന ചെയ്യാൻ കഴിയുന്നത് അത് കേരളീയ നവോത്ഥാനത്തിൻ്റെ സംഭാവനയാണ്, അത് ഗുരുവിൻ്റെ സംഭാവനയാണ്. ആത്മോപദേശ ശതകത്തിലെ ഗുരു ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രിയം അവരെൻ്റെ അത് എൻ പ്രിയം, സ്വകീയ പ്രിയം അവരെ പ്രിയം,
ഇപ്രകാരമാകും നയമതിനാലെ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാകണം, ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകണം. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരായി മാറുക എന്നും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറുക എന്നും പറയുന്നതുണ്ടല്ലോ, അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പേരാണ് കേട്ടോ ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടെ ഗുരു പറയുന്നൊരു വാക്കുണ്ട്, അപരൻ എന്ന് പറയുന്ന വാക്ക്. ഈ അപരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ സൗന്ദര്യത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയായിരുന്നു. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് അപരൻ എന്നുള്ളതാണ്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു, അപജയകർമ്മം അവനു വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ കൃപാവാനായിട്ടുള്ള മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഹർനിശം രാവും പകലുമെന്നില്ലാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ കൃപയില്ലാത്ത മനുഷ്യനാകട്ടെ അധോമുഖനായിട്ട് കിടന്നു ചെയ്യുന്നു, അപചയകർമ്മം അവന് വേണ്ടി മാത്രം. ഈ അധോമുഖൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജിയാണ് കേട്ടോ. അധോമുഖൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജിയാണ്. അതിനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ച രണ്ട് ആളുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് ഗുരുവായിരുന്നു, രണ്ട് വൈലോപ്പിള്ളി മാഷായിരുന്നു. വൈലോപ്പിള്ളി മാഷിൻ്റെ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഒരുപക്ഷെ ഓണത്തെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള തികച്ചും വ്യത്യസ്തമായൊരു കവിതയാണത്. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പണ്ട് ചരിത്രമുദിക്കും മുമ്പ്, മതങ്ങൾ കരഞ്ഞു പിറക്കും മുമ്പ്. മതങ്ങളായാലും കരഞ്ഞിട്ടേ പിറക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ ഡോക്ടർമാർക്ക് ആകപ്പാടെ കരച്ചിൽ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരേ ഒരു വേദി എന്ന് പറഞ്ഞാൽ ലേബർ റൂമാണ്. ലേബർ റൂമിൽ പറന്നു വീഴുന്ന കുഞ്ഞ് ആദ്യത്തെ 2 മിനിറ്റിനുള്ളിൽ കരഞ്ഞില്ലെങ്കിൽ കുട്ടിയുടെ തലച്ചോറിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് കുറേ സെല്ലുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്ന ഒരു ഘട്ടം അതുമാത്രമാണ്. അപ്പോൾ മതങ്ങൾ കരഞ്ഞു പിറക്കും മുമ്പ് ഒരു മന്നവർ മന്നൻ വാണിത്, തൻ കുടവാളിന് കീഴിൽ ഒതുങ്ങി ലോകം എന്നാണ് ആ കവിത തുടങ്ങുന്നത്. അതിൽ മാഷിങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്: പൃഥ്വിയിൽ അന്ന് മനുഷ്യർ നടന്ന പഥങ്ങളിൽ ഇപ്പോൾ അധോമുഖ വാമനർ. അധോമുഖൻ എന്നും വാമനൻ എന്നും പറയുന്നത് രണ്ടും പൊളിറ്റിക്കൽ ടെർമിനോളജികളാണ്. ഈ അധോമുഖ വാമനൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അമിത് ഷാജിയെ ഓർമ്മ വരുന്നത്. എൻ്റെ തെറ്റാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ. ഈ അപരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു സൗന്ദര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള കവിത എന്നറിയോ അത്. നഷ്ടവസന്തസ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലെ കിളവറ്റു പറക്കും പക്ഷികൾ പോൽ, ഒരു സന്ധ്യ തൊടുക്കും താരകൾ പോലെ, ആയതിൽ നിന്നിനി എങ്ങോ പിരിയുന്ന ആയതിലേക്കു പറക്കുകയാണെന്ന് ആയത് വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര സന്ധ്യാസങ്കല്പങ്ങൾ എന്ന് എഴുതി വെച്ചതാണ് ആ കവിത എന്ന് പറയുന്നത്. ഈ അപരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ സൗന്ദര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനങ്ങളിൽ ഒന്ന് കൊടുത്തത് ബെർട്രാൻഡ് റസ്സലായിരുന്നു. റസ്സൽ പറഞ്ഞു വെച്ചത് ദ കൺസിഡറേഷൻ ഫോർ ദ അതേഴ്സ് എന്നാണ്, അപരനെക്കുറിച്ചുള്ള കരുതൽ എന്നാണ്. അതേ ആശയം തന്നെയാണ് അംബേദ്കർ മുന്നോട്ട് വച്ചത്. അംബേദ്കർ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട വ്യവഹാരത്തിൻ്റെ പേരല്ല എന്നും അതൊരു ജീവിത രീതിയാണ് എന്നും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മറ്റുള്ളവനെക്കുറിച്ചുള്ള കരുതലാണ് എന്നുമായിരുന്നു. അതേ ആശയം തന്നെയാണ് ഗാന്ധി പങ്കുവച്ചത്. അത് ബഹുസ്വരതയുമായിട്ട് കൂടെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ 45 കോടി ജനങ്ങളാണ്. ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 45 കോടി ജനങ്ങളുണ്ടല്ലോ, അത് ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തരാണ്. അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അവരുടെ സ്വപ്നങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലാതെ ഇവിടെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണകൂടം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് 2 ദിനോസാറുകളാണ് എല്ലാമെന്നും നമ്മൾ ഒന്നുമല്ല എന്നുമാണ്. നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന മനുഷ്യരാണ് കേട്ടോ.
നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് അറിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒന്നുകിൽ അവർ സ്വപ്നങ്ങളെ നിയമം മൂലം നിരോധിക്കും, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തും. കാരണം പണ്ട് കോവിഡിൻ്റെ വ്യാപന കാലത്ത് സാനിറ്റൈസറിന് 18% ടാക്സ് ഏർപ്പെടുത്തിയ മൊയന്തുകളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരതിന് മടിക്കില്ല. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്ന മനുഷ്യരാണ്. അതിനെക്കുറിച്ചാണ് പണ്ട് ONV കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ. കന്നിവെറിയിൽ മകരക്കുളിരിനെ കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ സാന്ദ്രമൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണമുണ്ണുന്ന നാളിനെ നമ്മൾ കിനാവു കാണുന്നു. കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു. പേടിപ്പെടുത്തും ഇരുട്ടിലും സ്വപ്നമായോടി അരികിലണഞ്ഞ വെളിച്ചത്തെ നമ്മുടെ പാട്ടിൻ തിടമ്പിലാവാഹിച്ച് നമ്മൾ നടന്നു വിടർന്നു പുലരികൾ. സ്വപ്നങ്ങളിൽ പണ്ട്, ആ സ്വപ്നങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. സ്വപ്നങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യമെന്നൊരനൽപ്പലാവണ്യത്തെ നമ്മുടെ പൂർവികർ കണ്ടു മോഹിച്ചു. പല വില്ലൊടിച്ചിങ്ങു കൊണ്ട് കുടിവച്ചു. പിന്നെ നാം ഓർക്കുന്നു, സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണ്ണാഞ്ചിത ചിത്രപടിയൂന്നി ഊന്നി നടന്നു നാം. കാലദേശങ്ങൾ തൻ കാണാക്കരകളെ കാലടിപ്പാടുകളാൽ അളന്നങ്ങനെ ഉൾക്കിടിലങ്ങളും ഉത്കണ്ഠയും നവ്യഹർഷാത്ഭുതങ്ങളായി തീരും ഈ വേളയിൽ വന്നണയുന്നു. വഴിയേതിനിയെന്ന് തമ്മിൽ നാം ആരായും ഈ തമോ വേളയിൽ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. നോക്കൂ, ജനാധിപത്യത്തെ ഇതിലും മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ തോളത്ത് കൈയിട്ട് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കാവലാളായുണ്ട്, നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയാൻ കഴിയുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ പേരാണ് കേട്ടോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വേദിയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ 2ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഖസാക്കിലെ ഓത്തുപള്ളിയിലിരുന്നു കൊണ്ട് അള്ളാപ്പിച്ചാമല്ലാക്ക റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 വെള്ളക്കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബുലാലമീനായ തമ്പുരാൻ്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ സയ്യദ് മിയാൻ ഷെയ്ഖ് സഞ്ചരിച്ചതാകട്ടെ ചടച്ച് മുടന്തനായ ഒരു പാണ്ഡൻ കുതിരയുടെ പുറത്തായിരുന്നു. ഇതിഹാസം കേട്ടിരുന്ന ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അത് എതുക്കോ മൊല്ലാക്ക? മൊല്ലാക്ക തിരിച്ചു ചോദിച്ചു, അന്ത കുതിരയ്ക്ക് ആര് തുണയി? എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴയ്ക്കുമ്പോഴെല്ലാം പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. അന്ത കുതിരയ്ക്ക് ആര് തുണയി? അന്ത കുതിരയ്ക്ക് തുണ പടച്ച തമ്പുരാൻ സയ്യദ് മിയാൻ ഷെയ്ഖ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചടച്ചു മുടന്തനായ അവശനായ സഹജീവിയോട് നാം കാണിക്കുന്ന കരുണയുണ്ടല്ലോ, ആ കരുണയുടെ പേരാണ് കേട്ടോ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ കരുണയാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ കുട്ടികളെ വിപരീതങ്ങൾ പഠിപ്പിക്കുന്ന തിരക്കിലാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അയൽരാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ്. ഇന്ത്യയുടെ വിപരീതം പാകിസ്ഥാൻ, ഹിന്ദുവിൻ്റെ വിപരീതം മുസ്ലിം. എന്നാണപ്പോൾ മുസ്ലിം ഹിന്ദുവിൻ്റെ വിപരീതമായിട്ട് മാറിയത്? അച്ഛൻ്റെ വിപരീതം അമ്മ, രാത്രിയുടെ വിപരീതം പകൽ. മനുഷ്യൻ്റെ വിപരീതം എന്താ? വിപരീതം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കേട്ടോ. മനുഷ്യൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലോ പ്രളയമോ അല്ലെങ്കിൽ പേമാരിയോ ഒന്നുമല്ല കേട്ടോ. മനുഷ്യൻ്റെ വിപരീതം എന്ന് പറയുന്ന അധിനിവേശമാണ്. അതുപോലെ മൃഗത്തിൻ്റെ വിപരീതവും അധിനിവേശം തന്നെയാണ്. നമ്മൾ പശുവിൻ്റെ മാംസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളെന്നെങ്കിലും പശുവിൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? പശുവിനും മൗലികാവകാശങ്ങളുള്ളൊരു ജീവിയപ്പം. അല്ലാണ്ട് പണ്ട് കൊച്ചിൻ ഹനീഫ സിനിമയിൽ പറഞ്ഞ മാതിരി പണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാമെന്ന് സപ്രൈക്കറ്റ് ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ കൂടെ ജീവിക്കണമെന്നൊരു ജീവിയൊന്നുമില്ല പശു. അതിനെ നമ്മൾ വളച്ചെടുത്തതാണ്. എന്നിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. 1ാമത്തെ വരി ഇങ്ങനെയാണ്, പശു ഞങ്ങൾക്ക് പാല് തരുന്നു. ശുദ്ധ നുണയാണ് കേട്ടോ.
പശു അതിൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന പാലാണ്, നമ്മൾ കട്ടുകുടിക്കുകയാണ്, നോക്കുകൂലി മേടിക്കുകയാണ്. രണ്ടാമത്തെ വരി, പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും. എൻ്റെ അമ്മയൊന്നും കരഞ്ഞിട്ടില്ല, കാരണം എൻ്റെ വീട്ടിൽ അതിനുള്ള സ്ഥിതി ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ വരിയാണ് കേട്ടോ ശുദ്ധ ഭോഷ്ക്, പാല് കുടിച്ചാലേ ഞാൻ അച്ഛനെ പോലെ മിടുക്കനായി വളരും. അച്ഛൻ എന്ന് പറയുന്ന പരമബോറനായിട്ടുള്ള മനുഷ്യനെ ഇത്ര കൊല്ലമായിട്ട് സഹിക്കുന്ന ഒരമ്മ പോലും അത് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വിപരീതം എന്താ? റഫീഖ് അഹമ്മദിൻ്റെ പ്രണയമില്ലാതെയായ നാളെന്ന് തുടങ്ങുന്നൊരു കവിതയുണ്ട്, ചെറിയ കവിതയാണ് കേട്ടോ. അതുകൊണ്ടാണ് കവിത എങ്ങനെയാണ്: പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ. പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ. ജനലരികിൽ നിന്ന് ഇളവയിൽ കൈത്തലം പതിയെ പിൻവലിക്കുന്നതുമാതിരി ഇലകളിൽ നിന്നുതിർന്ന ഹരിതകം മഴയുടെ ജലസാന്ദ്രമാം സൗഹൃദം വിരലിൽ ആദ്യം തൊടുമ്പോൾ പടർന്നൊരു വിവരണാതീത വൈദ്യുതീകമ്പനം. പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ. അതിരഴാത്ത നിശീധത്തിലെവിടെയോ വിളറി വീഴും നിലാവിൻ്റെ സുസ്വനം. മിഴികളിൽ നിന്ന് മൗനമായി വന്ന് എൻ്റെ മഴകളെ കുതികൊള്ളിച്ച കാർമുഖം. പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ. തിര അഗാധങ്ങളിൽ നിന്ന് ചിപ്പികൾ തിരികെ വച്ചു മടങ്ങുന്ന മാതിരി. പറയുന്നത് മുഴുവൻ പ്രണയ നഷ്ടത്തെക്കുറിച്ചാണ്, പക്ഷെ പറയുന്നത് മുഴുവൻ പ്രണയത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിടയിൽ വിപരീതങ്ങളില്ല, നമുക്കിടയിൽ വൈജാത്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളുടെ പേരാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഗാന്ധി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 47 ഗാന്ധി പറഞ്ഞത് 45 കോടി ജനങ്ങളുണ്ട്, അവരിൽ ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. ഗാന്ധിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് 1947 ഇന്ത്യ സ്വതന്ത്രയാവുന്ന സമയത്ത് ഗാന്ധി കണ്ട കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഒരിക്കൽ ഗാന്ധി മൗണ്ട് ബാറ്റനെ കാണാൻ പോകുന്നുണ്ട്. ഗാന്ധി മൗണ്ട് ബാറ്റനോട് പറയുന്നത്, നിങ്ങൾ ഈ കൊട്ടാരത്തിൽ നിന്ന് താമസം മാറ്റണം, നിങ്ങളൊരു കുടിലിൽ താമസിക്കണം. മാത്രമല്ല അവിടെ നിങ്ങൾ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങണം. അത് ഇന്ത്യയിലെ സ്വതന്ത്രതയിലെ ഭരണാധികാരികളോട് മുഴുവൻ ഗാന്ധി പറഞ്ഞതാണ് കേട്ടോ. എന്ന് മാത്രമല്ല അവിടെ സർവൻ്റായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മൗണ്ട് ബാറ്റൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ കക്കൂസ് ഞാൻ തന്നെ കഴുകണം എന്നാണോ? വിക്ടോറിയ രാജ്ഞിയുടെ പ്രബോധനാണ് കേട്ടോ. എൻ്റെ കക്കൂസ് ഞാൻ തന്നെ കഴുകണം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞൊരു ദിവസം മൗണ്ട് ബാറ്റൺ ഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. മൗണ്ട് ബാറ്റൺ അന്ന് ഗവർണർ ജനറലാണ്. അപ്പോൾ ഗാന്ധി അകത്ത് നാട്ടുംപുറത്തുള്ള 2 കൃഷിക്കാരുടെ ഏതത്തർക്കം നമ്മൾ പറയുമല്ലോ, വേലിത്തർക്കം, അത് പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയാണ്. മൗണ്ട് ബാറ്റനെ കാത്തിരിക്കേണ്ടി വന്നു 1 മണിക്കൂറോളം. അവസാനം ഗാന്ധി ഇത് കഴിഞ്ഞ് പുറത്തു വന്നു. മൗണ്ട് ബാറ്റനോട് ചോദിക്കുന്നു, കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? അപ്പോൾ മൗണ്ട് ബാറ്റന് തൻ്റെ മുഷിച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മൗണ്ട് ബാറ്റൻ പറഞ്ഞു, അങ്ങ് ഓർക്കണമായിരുന്നു, ഞാൻ ഈ രാജ്യത്തെ ഗവർണർ ജനറലാണ്. ഗാന്ധി തിരിച്ചു പറഞ്ഞു, ചിരിച്ചോണ്ടാണ് കേട്ടോ പറഞ്ഞത്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യം അവരുടേതാണ്. ഈ രാജ്യമെന്ന് പറയുന്നത് കാനേഷുമാരി കണക്കിൽ പെടുകയോ ചെയ്യാത്ത ഇന്നാട്ടിലെ അന്തരീക്ഷത്തിലെ ധൂളികളെപ്പോലെ പറന്നു നടക്കുന്ന മനുഷ്യൻ്റേതാണ് എന്ന തിരിച്ചറിവ് ഗാന്ധിക്കുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നെഹ്റുവിനും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്നലെ ദില്ലി കൂടെ കൈവിട്ട് പോയപ്പോൾ സത്യത്തിൽ ഈ ഫാസിസത്തിൻ്റെ ഒരു ആധിപത്യം അത് സമ്പൂർണ്ണമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു വർത്തമാന സ്ഥിതിയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഈ നെഹ്റുവിനും അതൊരു പരിധിവരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുപോയി കളഞ്ഞു കുളിച്ചതാണ് കേട്ടോ. ജവഹർലാലിന് നമ്മുടെ ചരിത്ര പഠനത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ അതാണ് കേട്ടോ. അതായത് ജവഹർലാൽ നെഹ്റു നമുക്കൊക്കെ അറിയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്താ? എൻ്റെ ഇപ്പോൾ ഇത് മൻ കി ബാത്ത് അല്ലെന്ന് ആരെങ്കിലും ഒന്ന് മറുപടി പറയാം. മോത്തിലാൽ നെഹ്റു. അവിടം വരെ നമുക്കൊക്കെ അറിയാം. മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്താ? അവിടം കൊണ്ട് നമ്മുടെ ചരിത്ര പഠനം നിൽക്കുകയാണ്.
മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ഒരു റെനസൻസ് രാജകുമാരൻ എന്നാണ്. ഫ്രാൻസിൽ നിന്ന് എടുത്ത തുണി ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് തയ്പ്പിച്ച് കോട്ടും സൂട്ടും ഇട്ട് നടന്ന തനി കച്ചവടക്കാരനായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ പൊളിറ്റിക്സിലേക്ക് ഇറക്കി വിട്ടത് ഇതുപോലെ ഏതെങ്കിലും ഉന്നതമായൊരു സ്ഥാനത്തിരിക്കും എന്നുള്ള കച്ചവട കണ്ണോട് കൂടിയിട്ടായിരുന്നു. മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് ഗംഗാധർലാൽ നെഹ്റു എന്നായിരുന്നു. അയാൾ ദില്ലി പോലീസ് ചൗക്കിയിലെ ഒരു കോത്തുവാളായിരുന്നു, കോൺസ്റ്റബിളായിരുന്നു. അതിനും അപ്പുറത്തേക്ക് പോകുന്നൊരു പാരമ്പര്യമുണ്ട്. നെഹ്റു എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് നെഹർ എന്ന് പറയുന്ന ഒരു ഹിന്ദി ഉറുദു വാക്കിൽ നിന്നാണ്. നെഹർ എന്ന് പറയുന്ന ഹിന്ദി ഉറുദു വാക്കിൻ്റെ അർത്ഥം കനാൽ എന്നാണ്, തോട് അല്ലെങ്കിൽ പുഴ എന്നാണ്. പുഴയോരത്ത് ജീവിച്ചിരുന്നവർ, കടത്തുവഞ്ചി തുറന്ന് ജീവിച്ചിരുന്നവർ, അവരുടെ പൈതൃകം, അവരുടെ പാരമ്പര്യം, അതിൻ്റെ ജീനുകൾ നെഹ്റുവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റു ഒരു സോഷ്യലിസ്റ്റായിട്ട് മാറിയത്. നെഹ്റു മുന്നോട്ട് വച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങളെ എടുത്ത് കടലിലെറിഞ്ഞു എന്നുള്ളതാണ് പിൽക്കാലത്തെ 984 ഇപ്പുറത്തുള്ള കോൺഗ്രസിൻ്റെ ചരിത്രത്തിനെ പറ്റിയ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോഴും ഈ ബഹുസ്വരതയുടെ നേരെ എതിരായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഫാസിസമാണ് കേട്ടോ. കാരണം ഫാസിസത്തിന് ഒരിക്കലും ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ നാട്ടിലിപ്പോഴും ഫാസിസം നടപ്പിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ തന്നെ നേതാക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാലമാണ്. ഫാസിസം ഈ പറഞ്ഞ മാതിരി മറ്റേ ഇവിടുന്ന് പെരുമ്പളശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കാണാൻ വരുന്നത്, അതെയോ ബസ്സിലാണോ വരുന്നത് എന്നൊക്കെ നമ്മുടെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ ഫാസിസം ഇവിടെ നടപ്പിലായി എന്നുള്ളതിന്, അല്ലെങ്കിൽ ഫാസിസം നമ്മുടെ കിടപ്പുമുറിയിൽ, നമ്മുടെ കിടക്കയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ 2 ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒന്ന്, ഫാസിസത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിർവചനമാണ്. ആ രാഷ്ട്രീയ നിർവചനം മുന്നോട്ട് വെച്ചത് ദിമിത്രോവ് ആയിരുന്നു. ദിമിത്രോവ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ദിമിത്രോവ് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത് ഭരണകൂടവും കമ്പോള മൂലധനവും തമ്മിലുള്ള നഗ്നമായ കൈകോർക്കലാണ് എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം, 2,32,000 കോടി രൂപയാണ് കോവിഡിൻ്റെ വ്യാപനകാലത്ത് ഇന്നാട്ടിലെ ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ട് എറിഞ്ഞുകൊടുത്തത്. ആ പണമുണ്ടായിരുന്നുവെങ്കിൽ കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യർക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാനെങ്കിലും വകയുണ്ടാകുമായിരുന്നു എന്നുള്ളത്. ദിമിത്രോവ് മുന്നോട്ട് വെച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഉന്മാദ ദേശീയതയുടെ നഗ്നനൃത്തമാണ് എന്നുള്ളതാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ നാഷണലിസം, ഉന്മാദ ദേശീയത എന്ന് പറഞ്ഞാൽ ജിങ്കോയിസം. ഈ ദേശീയത എന്ന് പറയുന്നത് തന്നെ വലിയ തമാശയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് ചെറുപ്പ് പഞ്ചായത്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, ലോകത്തെ ഏറ്റവും നല്ല വാർഡ് എൻ്റെ വാർഡാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, ലോകത്തെ ഏറ്റവും നല്ല വീട് എൻ്റെ വീടാണെന്നും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന മൗഢ്യമുണ്ടല്ലോ, ആ മൗഢ്യത്തിൻ്റെ പേരാണ് കേട്ടോ ദേശീയത എന്ന് പറയുന്നത്. ഇത് അതിലപ്പുറത്തേക്ക് പോകുന്നു, ഉന്മാദ ദേശീയത. എൻ്റെ രാജ്യം ശരിയാണപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്ത് ശരിയാണെന്ന് എന്ന് വച്ചിട്ട് മറ്റ് രാജ്യങ്ങൾ മുഴുവൻ മോശമാണ്, അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകൾ മുഴുവൻ മോശമാണ്, മറ്റ് വീടുകൾ മൊത്തം മോശമാണ് എന്ന് തോന്നുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊരു മാനസിക രോഗമാണ് കേട്ടോ. അതിൻ്റെ പേരാണ് ഉന്മാദ ദേശീയത എന്ന് പറയുന്നത്, ജിങ്കോയിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് അത് അന്തോണിയോ ഗ്രാംഷിയായിരുന്നു. ഗ്രാംഷി ഉപയോഗിച്ചത് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു വാക്കാണ്, സാമാന്യബോധം അല്ലെങ്കിൽ പൊതുബോധം. അന്തോണിയോ ഗ്രാംഷി പറഞ്ഞത് ഇതാണ്, നമ്മുടെ പൊതുബോധം, നമുക്കൊക്കെ ഉള്ള ധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യബോധം, നമ്മുടെ പൊതുബോധം നമ്മളാണ് തീരുമാനിക്കുന്നതെന്നാണ്. അല്ല കേട്ടോ, നമ്മുടെ പൊതുബോധം തീരുമാനിക്കുന്നത് അത് ഫാസിസമാണ്, അത് ഭരണകൂടമാണ്. 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, നോട്ട് നിരോധനം നടപ്പിലാക്കി. നോട്ട് നിരോധനം നടപ്പിലാക്കിയത് തന്നെ എന്തൊരു വലിയ തമാശയായിരുന്നു അറിയാമോ നമുക്ക്. നോട്ട് നിരോധനം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളിലൊന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോട്ട് നിരോധനം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭീകരവാദം ഇല്ലാതാവും. കാരണം ഭീകരവാദികൾ മുഴുവൻ 1000-ൻ്റെ നോട്ടാണല്ലോ മേടിക്കണം. അവർ 500-ൻ്റെ നോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കുമല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഒരു നാടകകൃത്തുണ്ടായിരുന്നു.
അദ്ദേഹം എഴുതിയൊരു പ്രഹസന നാടകമുണ്ട്. അന്ധേർനഗരി ചൗപ്പട്ട് രാജ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അന്ധേർനഗരിയിലെ ചൗപ്പട്ട് രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹത്തിന് ഒരു അങ്ങാടി ഉണ്ടായിരുന്നു. 1 രൂപയ്ക്ക് 1 സേർ എന്നാണ് ആ അങ്ങാടിയുടെ പേര്. സേർ എന്ന് പറഞ്ഞാൽ ഇടങ്ങഴി പോലെയുള്ള ഒരു അളവ് പാത്രമാണ് കേട്ടോ. ഒരു സേർ ഗോതമ്പിനും 1 സേർ സ്വർണത്തിനും 1 ഉറുപ്പ്യാണ് വില. അപ്പോൾ ഇങ്ങൊരു കിനാവ് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സ്വർണത്തോട്ടുള്ള ആർത്തി കുറയുന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് വേറെ രാജ്യമുണ്ടെന്നും തൊട്ടപ്പുറത്ത് വേറെ അങ്ങാടി ഉണ്ടെന്നും അദ്ദേഹം ഓർത്തിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നീതിന്യായ നിർവഹണ രീതിയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ ഭരണകൂടവും ന്യായാധിപന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീതി നിർവഹണ രീതിയുടെ അതേ പടിയാണ് കേട്ടോ. ഇങ്ങോരുടെ രാജദർബാറിൽ ഒരു ദിവസം ഒരു പരാതി വരുന്നു. കല്ലുവിൻ്റെ മതിൽ വീണ് പരാതിക്കാരൻ്റെ ആട് ചത്തു. ഇതാണ് പരാതി. ഇദ്ദേഹം വിധി പ്രഖ്യാപിക്കുന്നു. മതിലിനെ, കല്ലുവിനെ, മതിൽ പണിതു കൊടുത്ത ആശാരിയെ, അയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത കുമ്മായക്കാരന് വലിയ മസാക്ക് ഉണ്ടാക്കി കൊടുത്ത കസായിയെ. ഈ മസാക്ക് എന്ന് പറയുന്നത് ആട്ടിൻതോല് ഉണ്ടാക്കുന്നൊരു പാത്രമാണ് കേട്ടോ. ഈ പാത്രം വലുതായിപ്പോയി. പാത്രം വലുതായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വലിയ ആടിനെ വിറ്റു എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആടിനെ വിറ്റ ആട്ടിടയനെ, വലിയ ആടിനെ വിൽക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കണ സമയത്ത് അയാളുടെ ശ്രദ്ധ തെറ്റിച്ചു ഒരു പോലീസ് കോൺസ്റ്റബിൾ, കോത്തുവാൾ. അയാളുടെ ശ്രദ്ധ തെറ്റിച്ച പോലീസ് കോത്തുവാളിനെ എല്ലാവരെയും തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. കാരണം പരാതിക്കാരന് നീതി കിട്ടണമല്ലോ. അങ്ങനെ തൂക്കിക്കൊല നടപ്പിലാക്കാൻ തുടങ്ങി അവസാനം കോത്തുവാളിൻ്റെ ഊഴമെത്തി. അപ്പോൾ ഈ കൊലക്കയറിൻ്റെ കുരുക്കുണ്ടല്ലോ, അത് കോത്തുവാളിൻ്റെ കഴുത്തിന് പാകാവുന്നില്ല. കാരണം കഴുത്തിന് നല്ല വലിപ്പമുണ്ട്, അതൊക്കെ നല്ല തടിയുള്ള മനുഷ്യനാണ്. അപ്പോൾ കുരുക്കൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കുരുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം കുരുക്ക് എന്ന് പറയുന്നത് അത് നീതിന്യായ വ്യവസ്ഥയുടെ പ്രതീകമാണ്, അത് ആളനുസരിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പകരം പ്രതിവിധി എന്താ? ഈ കുരുക്കിന് ഭാഗത്തിന് കഴുത്തുള്ള ഒരാളെ റോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇതൊന്നും അറിയാതെ റോട്ടിൽ കൂടെ പോയിരുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ശിക്ഷയ്ക്ക് വിധേയനാകുന്നത്. ഈ രീതിയിൽ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത്, ഈ അന്ന് ഞാൻ പറഞ്ഞു വന്നതാണ്, നോട്ടു നിരോധനം നടപ്പിലാക്കിയപ്പോൾ നോട്ടു നിരോധനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്, നോട്ടു നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമായിരുന്നു എന്നുള്ളതാണ്. 2 ജുനൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഓർമ്മകൾ ഇല്ലാതാവുന്നൊരു കാലത്തൂടെയാണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളെ ആദ്യമായി പറഞ്ഞു പഠിപ്പിച്ചത് ചെഗുവേരയായിരുന്നു. പറുദീസ നഷ്ടങ്ങളുടെ വ്യാകുലതകളില്ലാത്ത ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് ചെഗുവേര പറഞ്ഞത്. പിന്നീട് നമ്മളോട് പറഞ്ഞു തന്നത് മിലൻ കുന്ദേരയായിരുന്നു. ദ സ്ട്രഗിൾ ഓഫ് മാൻ അഗൻസ്റ്റ് പവർ ഇസ് നത്തിങ് ബട്ട് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗൻസ്റ്റ് ഫോർഗറ്റിംഗ് എന്നാണ് കുന്ദേര പറഞ്ഞു വന്നത്. അതായത് അധികാരരാശിയോടുള്ള മനുഷ്യൻ്റെ സമരമുണ്ടല്ലോ, അത് മറവികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരമാണെന്ന്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് മലയാളിയെ പാടി പഠിപ്പിച്ചത് NN കക്കാടായിരുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നെങ്ങനെ അറിഞ്ഞു നാം? ഇത്തിരി കൂടെ നടന്നവ, കിന്നാരം ഇത്തിരി ചൊന്നവ, കണ്ണീരുറക്ക ചിരിച്ചു കുളിര് കനത്തവ ഒക്കെയും ഓർമ്മകളായിരിക്കാം. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഒന്നുപോലും ജരാനരാദുഃഖവും എന്നെഴുതി വെച്ചത് വിജയലക്ഷ്മി ആയിരുന്നു. പക്ഷെ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവലിബറൽ ലോകക്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന നമുക്ക് ഈ ഓർമ്മകൾ ഇല്ലാതാവുന്നു എന്നതൊരു സത്യമാണ്. ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 16 വയസ്സ്, ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞുകൂടാ, കുട്ടി, 16 വയസ്സുള്ള കുട്ടി, പണ്ട് മധുരയിൽ നിന്ന് ദില്ലിക്കുള്ള തീവണ്ടി യാത്രക്കിടയിൽ പശുവിൻ്റെ മാംസം കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിച്ച് കുത്തിക്കൊന്ന കുട്ടി. ആ കുട്ടിയുടെ കൊലക്കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള വർഷകുമാറിനെ വിചാരണയ്ക്ക് വേണ്ടി ദില്ലി പോലീസ് ചൗക്കിയിലേക്ക് കൊണ്ടുവരികയാണ്. ദില്ലി പോലീസ് ചൗക്കിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസ് ഇൻസ്പെക്ടറോട് ഇയാൾ പറയുന്നു, ആ കുട്ടി എനിക്കൊരു മുൻപരിചയവുമില്ല, ആ കുട്ടി എനിക്ക് അറിയുക പോലുമില്ല. ആൾക്കൂട്ടം ആക്രോശിക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിന് തലച്ചോറില്ല എന്ന് പറഞ്ഞത് മാർട്ടിൻ ഗോർക്കിയാണ് കേട്ടോ. ആൾക്കൂട്ടം ആക്രോശിക്കുകയായിരുന്നു. ആരോ ഒരാൾ
ഒരു കത്തി എൻ്റെ കയ്യിൽ വെച്ച് തന്നു, ഞാൻ അതെടുത്ത് കുത്തിക്കൊല്ലുകയായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ തീരുമാനിക്കുന്നത് നമ്മളല്ല എന്ന്, അത് ഭരണകൂടമാണ് എന്ന്, ഫാസിസമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ സൗന്ദര്യമുള്ളൊരു രാജ്യമാണ് കേട്ടോ. എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ പാഞ്ചാലി, നമ്മുടെ ദൈവസങ്കല്പങ്ങൾ തന്നെ നിങ്ങൾ നോക്ക്. ഇപ്പോൾ പാഞ്ചാലി, എൻ്റെ നാട്ടിൽ, എൻ്റെ നാട് ഇവിടെ അടുത്ത് അഷ്ടമിച്ചിറയാണ് കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ പാഞ്ചാലി എന്ന് പറയുന്നത് അത്ര നല്ലൊരു പദമല്ല കേട്ടോ. ഏതെങ്കിലും സ്ത്രീക്ക് വല്ല അവിഹിതം ഉണ്ടോയെന്ന്, ആ നാട്ടിലെ സ്ത്രീകൾക്ക് അവിഹിതം ഉണ്ടോയെന്ന് തീരുമാനിക്കുന്നത് ആ നാട്ടിലെ പുരുഷക്കളാണല്ലോ. അതാണ് നമ്മുടെ നാട്ടിലൊരു രീതി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പുരുഷക്കൾ തീരുമാനിച്ചാൽ അവർ പറഞ്ഞുണ്ടാക്കും ഓളൊരു പാഞ്ചാലി കേട്ടോ എന്ന് വെച്ചാൽ അതൊരു മോശം ശബ്ദമാണ്. പക്ഷേ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ പാഞ്ചാലി എന്ന് പറയുന്നത് ദേവതയാണ്. പാഞ്ചാലി അമ്പലത്തിലെ പ്രതിഷ്ഠയാണ്. നമ്മുടെ നാട്ടിലതില്ല കേട്ടോ. അവിടെ പാഞ്ചാലിയുടെ പേരിലുള്ള അമ്പലങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, മഹാഭാരതത്തിൽ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു കഥ അവിടെയുണ്ട്. കഥ ഇങ്ങനെയാണ്. പണ്ട് ചൂത് കളിച്ച് രാജ്യം മുഴുവൻ പോയത് നമുക്കറിയാമല്ലോ മഹാഭാരതത്തിൽ. ആ രാജ്യം മുഴുവൻ പോയപ്പോൾ പാഞ്ചാലി ചെന്നിട്ട് ധർമ്മപുത്രരോട് പറയുകയാണ്, ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, ആയിക്കോട്ടെ കളിച്ചോളൂ. കളിച്ച് ഇവള് ശകുനി അടക്കമുള്ള ആളുകളെ മുഴുവൻ തോൽപ്പിച്ച് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നു. തിരിച്ചു പിടിച്ചിട്ട് ധർമ്മപുത്രരോട് ഇന്ന് പറയുന്നു, ഇതാ എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, എടുത്തോളൂ എന്ന്. അപ്പോൾ ഇങ്ങോട്ട് പറയണ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ ഏറ്റവും ഇളയ അനിയനായിട്ടുള്ള സഹദേവനായിരുന്നു ഇത് ചെയ്തതെങ്കിൽ പോലും ഞാനിത് സ്വീകരിക്കുമായിരുന്നു. എന്തു ചെയ്യാം, നീ ഒരു പെണ്ണായിപ്പോയി. നാളെ ചരിത്രം വിധിയെഴുതും, ഒരു പെണ്ണ് നേടിത്തന്നതാണ് ഈ രാജ്യമെന്ന്. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം മാറ്റിവെക്കുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ ഒരു നാടകത്തിൽ പാഞ്ചാലി കുന്തിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ ഒരാളെയല്ലേ പ്രേമിച്ചുള്ളൂ, എന്തിനാ ഈ 5 എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു തന്നതെന്ന്. അപ്പോൾ കുന്തി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അത് ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്ത് ജനിച്ചു പോയതിൻ്റെ ശിക്ഷയാണ് മോളെന്ന്. അതുകൊണ്ട് ഈ രാജ്യത്ത് നടന്നതായതുകൊണ്ട് നടന്നിരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ അനുമാനിക്കുക എന്ന് വൃത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എല്ലാ മേഖലകളിലും നോക്കൂ. അഷ്ടമിരോഹിണി എന്ന് പറയുന്നത്, അഷ്ടമിരോഹിണി ഇവിടെ ആഘോഷിക്കുന്ന ദിവസമല്ല, ദ്വാരകയിലും മധുരയിലും ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ 2 ദിവസമായിട്ട് ജനിക്കില്ലല്ലോ, എന്തായാലും ഒരു തർക്കമില്ലാത്ത കാര്യമാണല്ലോ. ഞാൻ 5 കൊല്ലം ഗുജറാത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറാനായിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ പാൻറ്റിട്ട് കയറാം, അവിടെ ഷർട്ടിട്ട് കയറാം, അവിടെ എന്ത് വേഷം ധരിച്ച് വേണമെങ്കിൽ കയറാം. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ കയറണമെങ്കിൽ ഉണ്ടല്ലോ, ഷർട്ട് ഊരണം. കാരണം ഷർട്ടിട്ട് കഴിഞ്ഞാൽ കൃഷ്ണന് ഇഷ്ടമല്ല അത്ര. വേറൊന്നിനല്ല കേട്ടോ, മറ്റേ ക്രോസ് ബെൽറ്റ് ഉണ്ടല്ലോ, പൂണൂലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഭഗവാന്റെ ആ ഒരു ദിവ്യശക്തി ദിവിടയ്ക്ക് നെഞ്ഞത്ത് ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി ഈ ഭാഗത്ത് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, പൂണൂലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് അവിടെ സ്ത്രീകൾക്ക് സാരി ഉടുത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് നിയമം ഉണ്ടായിരുന്നു. അന്നാണ് ചുരിദാറിട്ട് കയറാം എന്നൊരു നിയമം നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയത്. ഉടനെ ആളുകൾ അതിന് എതിർത്ത് രംഗത്ത് വന്നു. പെണ്ണുങ്ങൾ പിറ്റേ ദിവസം മുതൽ ചുരിദാറിട്ട് കയറാൻ തുടങ്ങിയിട്ടോ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഗുരുവായൂർ ദേവസ്വം ഒരു ദേവപ്രശ്നം നടത്തി. നമ്മളിങ്ങനെ പുറകോട്ട് നടക്കുന്നൊരു സമൂഹമാണ് കേട്ടോ, ഞാനതിലേക്ക് വരാം. ഒരു ദേവപ്രശ്നം നടത്തി. ദേവപ്രശ്നത്തിൽ എന്താ അവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇലയെടുത്ത് മുകളിലേക്കിട്ടു. ഇല എടുത്ത് മുകളിലേക്കിട്ട് കഴിഞ്ഞാൽ ഇല ഒന്നുമില്ലെങ്കിൽ മടങ്ങി വീഴും, അല്ലെങ്കിൽ നിവർന്ന് വീഴും. അവിടെ ഇല മടങ്ങിയാണ് വീണത്. ഇവരുടൻ വിധി പ്രഖ്യാപിച്ചു, ഇല മടങ്ങി വീണതിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണന് ചുരിദാർ ഇഷ്ടമല്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവർ ഗുരുവായൂർ ദേവസ്വം സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് 5000 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ സാരി ഉടുത്തിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നത് എന്നുള്ളതാണ്. 5000 കൊല്ലം മുമ്പ് ഗുരുവായൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയില്ല. കുരുവയ്യൂർ എന്ന് പറയുന്ന ഒരു ബൗദ്ധ കേന്ദ്രമായിരുന്നു അത്. അതൊന്ന്.
5000 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ സാരി പോയിട്ട് കോണ കൊടുത്തിട്ടില്ല കേട്ടോ. 15-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുമായിട്ട് നടത്തുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനെക്കുറിച്ച് പോർച്ചുഗീസുകാരനായിട്ടുള്ളൊരു ചിത്രകാരൻ വരച്ചൊരു ചിത്രം PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആനപ്പുറത്തിരിക്കുന്ന കൊച്ചി രാജാവ് കൊടുത്തിട്ടുള്ളത് ഒരു തോർത്തുമുണ്ടാണ്. കൂടെ പോകുന്ന നായർ പടയാളികൾ കൊടുത്തിട്ടുള്ളത് ഒരു കോണകാണ്. 15-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് 5000 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ സാരി കൊടുത്തിട്ടാണ് അമ്പലത്തിൽ പോയിരുന്നത് എന്നുള്ളത്. നമുക്ക് അതൊരു വല്ലാത്തൊരു ഹരമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്കില്ലാത്തൊരു സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു നാടായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. നാം പുറകോട്ട് നടക്കുന്നൊരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഇന്ത്യക്ക് സമ്പന്നമായൊരു ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു. ഏറ്റവും സമ്പന്നമായ ശാസ്ത്ര പാരമ്പര്യം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ആസ്ട്രോളജി എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രമാണ് കേട്ടോ. മറ്റേ കവടി നിരത്തി ഷൂ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ജ്യോതിഷം, ആസ്ട്രോണമി. അത് ഇന്ത്യൻ ഒറിജിൻ അല്ല. അത് അലക്സാണ്ടറുടെ കൂടെ കാൽഡിയയിൽ നിന്ന് വന്ന ജ്യോതിഷിമാർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തതാണ്. കാൽഡിയയിൽ ഇപ്പോൾ ആ പരിപാടിയില്ല. ചൊവ്വയിലേക്ക് ആള് പോകുന്ന കാലത്തും നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കല്യാണം മുടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ചൊവ്വയാണ് കേട്ടോ. ഈ ആസ്ട്രോളജിയിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു പാശ്ചാത്യ ലോകത്തിനപ്പുറത്തേക്ക്. 2, ആയുർവേദത്തിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്നത് ഇന്ത്യയിലാണ് 2500 കൊല്ലം മുമ്പ്. അത് ഗണപതിയുടെ തല മാറ്റിവെച്ച പരിപാടിയല്ല കേട്ടോ. അത് നാസാസന്ധാനം എന്ന് പറയും, റൈനോപ്ലാസ്റ്റി എന്ന് പറയും. അന്ന് മൂക്ക് മുറിക്കുക എന്ന് പറയുന്നത് യുദ്ധങ്ങൾ വളരെ കോമണാണ്. യുദ്ധങ്ങളൊരു പ്രധാനപ്പെട്ട കലാപരിപാടിയാണ് മൂക്ക് മുറിക്കൽ. പണ്ട് രാമൻ ശൂർപ്പണഖയുടെ മൂക്കും മുലയും മുറിച്ച കഥ നമുക്കൊക്കെ അറിയാമല്ലോ. ഈ മുറിച്ച മൂക്ക് അവിടെ തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് റൈനോപ്ലാസ്റ്റി. അത് 2500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നടന്നിരുന്നതാണ്. പൈ ഈസ് ഈക്വൽ ടു 3.14 നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് 3.14 നിൽക്കില്ല. 22/7 എന്ന് പറയുമ്പോൾ അത് 3.14 കഴിഞ്ഞിട്ട് ഇങ്ങനെ ദശാംശങ്ങളിലൂടെ മുന്നോട്ട് പോകും. അതിനെ 16 ഡെസിമൽസ് വരെ കണ്ടുപിടിച്ച മനുഷ്യൻ ഇവിടെ അടുത്ത് ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള സംക്രമഗ്രാമ മാധവൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. മെറ്റലർജിക്കൽ, ഡിസ്റ്റിലേഷൻ, കാൾസിനേഷൻ, ഇതിലൊക്കെ നമ്മൾ പാശ്ചാത്യ ലോകത്തേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ടായിരുന്നു. ആ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഒരു പ്രധാനപ്പെട്ട മൊയന്ത് പോയിട്ട് ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ പങ്കെടുക്കുന്ന സയൻസ് കോൺഗ്രസ്സിൽ പോയിട്ട് ഈ ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഭരണഘടനയുടെ 51-ാം അനുച്ഛേദമാണ്. അതിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്, ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണെന്ന് എഴുതി വെച്ചൊരു ഭരണഘടനയുള്ള രാജ്യത്ത് നിന്നാണ് ഒരു മൊയന്ത് പോയിട്ട് പറയുന്നത് 3000 കൊല്ലം മുമ്പ് ഞങ്ങൾക്കിവിടെ 234 വിമാനങ്ങളുണ്ടായിരുന്നു എന്ന്. ഓരോ വിമാനത്തിൻ്റെ തൂക്കം 400 കിലോ ആണ് കേട്ടോ. വിമാനങ്ങളെല്ലാം സമചതുരാകൃതിയിലാണ്. ഫിസിക്സിൻ്റെ ബേസ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അറ്റം കൂർത്തിരുന്നാൽ മാത്രമേ ഇത് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വിൻഡോസ്, അതായത് ജനവാതിലുകൾ തുറന്നിരുന്നാൽ ഇത് എയർ റെസിസ്റ്റൻസ് കാരണം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചിത്രം എന്താ? ഒരു സമചതുരാകൃതിയിലുള്ള വിമാനം, അതിൻ്റെ മുകളിലൊരു കൊടി, അതിലാണ് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോണത്. സൈഡൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാലേ മറ്റേ ജഡായുവിൻ്റെ ചിറക് വെട്ടാൻ പറ്റുള്ളൂ. ഇത് അവിടെ പോയിട്ട് പ്രസംഗിക്കുകയാണ്. അയാളുടെ ശിബിരത്തിൽ പോയിട്ട് പ്രസംഗിച്ചോട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവിടെ കേട്ടിരിക്കുന്നത് അയാളെപ്പോലെയുള്ള മൊയന്തുകളാണല്ലോ. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഇത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുക എന്ന് പറയുന്നതാണ്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മളെന്നും മുന്നോട്ട് വെച്ചൊരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനത്തിൻ്റെ പേര് ഇതിങ്ങനെ പറയുമ്പോൾ പുള്ളിയുടെ ഒരു ധാരണ എന്താണെന്നറിയോ? പുള്ളി എന്തോ വലിയ കാര്യം പറഞ്ഞു എന്നാണ്. പുള്ളിയുടെ അനുയായികളാണെങ്കിൽ പുള്ളിയെ കൈയടിച്ചിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
അതിൻ്റെ പേര്, അതൊരു മാനസിക രോഗമാണ് കേട്ടോ. അതിൻ്റെ പേര് ഡെല്യൂഷൻ എന്നാണ്. ഡെല്യൂഷൻ്റെ ഡെഫിനിഷൻ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇങ്ങനെയാണ്: ഡെല്യൂഷൻസ് ആർ ഫാൾസ് നോഷൻസ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ് ഈവൻ ബൈ ഗിവിങ് ആൻ എവിഡൻസ് ടു ദ റൈറ്റ് കോൺട്രറി എന്നാണ്. അതായത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അതൊരു തെറ്റിദ്ധാരണയാണ്. ആളുകൾ, വിവരമുള്ള മനുഷ്യർ ഈ പറയുന്ന മാതിരി ഉദാഹരണ സഹിതം, തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞു തരുന്നു നിങ്ങളുടെ ധാരണ തെറ്റാണ്, പക്ഷെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സിനിമയിൽ ജഗതി പറയുന്നില്ലേ, ഇതെന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് തന്നെയാണ്, എന്നെക്കുറിച്ച് മാത്രമാണെന്ന്. അത് ഡെല്യൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയും. ഇപ്പോൾ അവിടെ ബാക്കിൽ രണ്ടുപേരിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് അത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് കുശുമ്പ് പറയണമെന്ന് തോന്നുന്ന ആ ഒരു രോഗമുണ്ടല്ലോ, അതുപോലെയുള്ളൊരു രോഗമാണത്. ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയ എന്ന് പറയും, ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ. അതായത് എനിക്കെല്ലാം അറിയാം, ഞാൻ സർവശക്തനാണ്, ഞാൻ സർവജ്ഞനാണ്. അതുകൊണ്ടാണല്ലോ പുള്ളി പണ്ട് മുതലക്കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോയതും മറ്റേ സിംഹത്തിൻ്റെ പുറത്തിരുന്ന് വീട്ടിലേക്ക് വന്നതൊക്കെ. ഇത് കേട്ട് കൈയടിക്കാൻ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല കേട്ടോ. ശരിക്കും പ്രാന്താശുപത്രിയിൽ അടയ്ക്കാട്ടോ വേണ്ടത്. കാരണം പഴയതുപോലെ ഇപ്പോൾ ഷോക്ക് കൊടുക്കലൊന്നുമില്ല കേട്ടോ. സൈക്യാട്രിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു, നല്ല മരുന്നുകളുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2, ഇന്ത്യ എന്നും മുന്നോട്ട് വച്ച ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനത്തിൻ്റെ പേര് വിശ്വമാനവ ദർശനം എന്നാണ്, നാച്ചുറൽ ഹ്യൂമനിസം എന്നാണ്. അതായത് ഈ നാട്ടിലുള്ള ഈ ഭൂമി ഇത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന, നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരേ സൂര്യൻ്റെ ഒരേ ആകാശത്തിൻ്റെ കീഴിലാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദർശനമായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് എങ്ങും മനുഷ്യനു ചെത്തവും ചൂരുമുണ്ട്, അങ്ങെങ്ങുമെങ്ങും വെളിച്ചം വെളിച്ചമെന്ന് ഉള്ളുനൊന്തെൻ്റെ ഈ പ്രാർത്ഥനയാകുന്ന വെള്ളപ്പിറാവിനെ ഞാൻ ഉയർത്തിയിടവേ എന്ന് ONV എഴുതുമ്പോൾ, എങ്ങോ മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു, ഇന്ന് ആഫ്രിക്ക എന്നാട് എന്ന് NV കൃഷ്ണവാര്യർ എഴുതുമ്പോൾ, ആകയാൽ ഒറ്റയിൽ കാണും ആകുലികളെ പാടിടും വീണേ നീ കുതുകമോടാലപിച്ചാലും ഏകജീവിത അനശ്വര ഗാനം എന്ന് വൈലോപ്പള്ളി മാഷ് എഴുതുമ്പോൾ, സ്നേഹിച്ചു നമ്മൾ അനശ്വരരാവുക എന്ന് വീണ്ടും ONV എഴുതി വെക്കുമ്പോൾ അവരെല്ലാം മുന്നോട്ട് വെച്ചത് ഈ ആശയമായിരുന്നു. ഇതേ ആശയത്തെക്കുറിച്ചാണ് പണ്ട് തൻ്റെ വിഖ്യാതമായ ചിക്കാഗോ പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൽ വിവേകാനന്ദൻ പോയി പറഞ്ഞത്, ഐ ബിലോങ് ടു എ നാഷൻ വിച്ച് ഹാസ് ഷെൽട്ടേഡ് all the persecuted and the refugees from all the countries of the earth. ഞാൻ വരുന്നത് മതത്തിൻ്റെ രാജ്യാതിർത്തിയുടെ പേരിൽ എവിടെ നിന്നെല്ലാം നിഷ്കാസിതരായ മനുഷ്യരിങ്ങോട്ട് വന്നിട്ടുണ്ടോ അവരെയെല്ലാം 2 കൈയും നീട്ടി നെഞ്ചോട് ചേർത്ത പാരമ്പര്യമുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്ന് വിവേകാനന്ദൻ പോയി പ്രസംഗിച്ചിട്ടത്. ആ രാജ്യമാണ് കേട്ടോ, ആ രാജ്യമാണ് ഓരോ മനുഷ്യരെയായിട്ടിങ്ങനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. വി എന്നുള്ള വാക്കിന് മലയാളത്തിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഞങ്ങളെന്നാണ്, 2 നമ്മളെന്നാണ്. നമ്മളെന്നും പറഞ്ഞു പഠിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ത്യക്കാർ എന്നാണ്. കാരണം ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ആ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ, അതൊരു ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതിരൂക്ഷമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു വശത്ത് HP കാമത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അത് അങ്ങനെ പോരാ, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം തുടങ്ങാനായിട്ട്. കാരണം ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടന തുടങ്ങുന്നത് അങ്ങനെയാണ്. പാകിസ്ഥാൻ്റെ ഭരണഘടന തുടങ്ങുന്നതാണ് ഇന്ത്യ ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകുന്നുള്ളത് കൊണ്ടാണ്. മുഹമ്മദ് ഒരിടത്ത് പ്രവാചകൻ്റെ വചനം ചെവിക്കൊള്ളുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദിനോട് പറയുന്നത് അതിൻ്റെ അന്തസ്സത്തെ എങ്ങനെയാണ്, എല്ലാ പ്രാർത്ഥനകളും എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഇപ്പുറത്ത് നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കുക, 2-ാമത്തെ അധ്യായം.
രണ്ടാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഏപ്പി അന്യദേവതാ ഭക്ത യജന്തേ മാം ഉപാശ്രിത തേവി മാമേവ കൗന്ദേയ ഭജന്തി അവിധിപൂർവകം. മറ്റുള്ള ദേവതകളെ ഭജിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ വരച്ച വരയിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിധിപൂർവകമായിട്ട് അവർ ആ ഭജിക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ അതും എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നതെന്ന്. ഇത് രണ്ടും കൂടെ എടുത്ത് ഒരുമിച്ച് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മൾക്കിടയിൽ ഉള്ളൂട്ടോ എന്ന്. അതിനെയാണ് നമ്മളിങ്ങനെ പെരുപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് HP കാമത്ത് പറയുന്നു, അപ്പുറത്ത് വേറൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അത് ദേവൻ എന്ന് പറഞ്ഞാൽ പോരാ, ദേവത എന്ന് പറയണം. കാരണം ഭാരതമാത എന്നുള്ളതാണല്ലോ. ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പമൊന്നും പണ്ടില്ല കേട്ടോ. ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കിയത് ബംഗാളിലെ ഭദ്രലോക്കിലുള്ള ചിത്രകാരന്മാരായിരുന്നു, സവർണ ഹിന്ദു പാരമ്പര്യമുള്ള ചിത്രകാരന്മാർ. മൂന്നാമതൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അതും പോരാ, ആ ദേവതയുടെ പ്രത്യേകതകൾ വർണ്ണിക്കണമെന്ന്. എന്നിട്ട് ഇതെല്ലാം ചർച്ച ചെയ്ത് കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്ത് അവസാനം വരെത്തിയ തീരുമാനം എന്താണെന്നറിയോ നമുക്ക്? അതായത് 99% ആളുകൾ മതവിശ്വാസികളായ രാജ്യത്ത് 1% ആളുകൾ അപ്പുറത്തുണ്ടല്ലോ, ആ 1% ആളുകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും ഇതിനകത്ത് പാടില്ല എന്ന്. അതായത് ഈ ഭരണകൂടം എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഭൂരിപക്ഷഹിതമല്ല എന്ന്, അത് ന്യൂനപക്ഷത്തിനെക്കുറിച്ചുള്ള കരുതലാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തിൽ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യൻ മുസ്ലിമിന് ഹിന്ദുവിന് അവിശ്വാസമാണെങ്കിൽ ഭരണം ജിന്നയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരണകൂടം എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ആ കാഴ്ചപ്പാടായിരുന്നില്ല ഒരു കാലത്തും ഇന്ത്യയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത്, ഞാൻ നരേന്ദ്രഭായ് മോദിയുടെ ഭരണത്തിൻ്റെ തണലിലാണ് ജീവിക്കുന്നതെന്നോ എനിക്ക് കാവലായിട്ട് ഇന്ത്യൻ പട്ടാളക്കാർ അതിർത്തി കാക്കാനുണ്ട് എന്നുള്ള അഹങ്കാരത്തിൻ്റെ പേരിലല്ല കേട്ടോ. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത്, ഇന്നലെ ജീവിച്ചത് ഞാൻ മൻമോഹൻ സിംഗിൻ്റെ തണലിലാണ് ജീവിക്കുന്നത് എന്ന അഹങ്കാരം കൊണ്ടും ആയിരുന്നില്ല. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും തുല്യമായ നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളാണ്. ആ നീതി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഭരണഘടന ആർട്ടിക്കിൾ 14 അത് ഈ രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ള അഹങ്കാരത്തിൻ്റെ പേരിലാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. നിങ്ങൾ പിറന്നു വീണ സ്ഥലം, നിങ്ങളുടെ ജാതി, മതം, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ, നിങ്ങളുടെ വസ്ത്രധാരണ രീതി, ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു പൗരൻ്റെയും പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 14ൻ്റെയും 15ൻ്റെയും അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഈ ഭരണഘടന ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ. കാരണം ഇവരുടെ ഭരണഘടന എന്ന് പറയുന്നത് വിചാരധാരയാണ്. വിചാരധാര എന്ന് പറയുന്ന ഗോൾവാൾക്കറിൻ്റെ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ടില്ലെങ്കിൽ പറ്റുമെന്ന് മേടിച്ച് വായിച്ചു നോക്കണമെന്നല്ല കേട്ടോ, പക്ഷെ സൂക്ഷിച്ച് വായിക്കണം കേട്ടോ. കാരണം ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും മലബന്ധം ഉണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു പാരഗ്രാഫ് വായിക്കാൻ കൊടുത്താൽ മതി, പിറ്റേ ദിവസം വയറ്റിൽ നിന്ന് പോയിക്കോളും. അത്ര നല്ല പുസ്തകം. ഒരു ചാപ്റ്ററൊന്നും ഒരുമിച്ച് വായിപ്പിക്കരുത് കേട്ടോ, വയറിളകി മരിക്കും മനുഷ്യൻ. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നൊരു വൃത്തികെട്ട ആശയമാണ്. കാരണം എന്താണെന്നറിയോ, ജനാധിപത്യം നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആത്മാഭിമാനം, അവനവനെക്കുറിച്ചുള്ള അഭിമാനം ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. 2, മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആശയമല്ല, ശുദ്ധ കളവാണ് അത്. കാരണം മതനിരപേക്ഷത എന്ന് പറയുന്നത് 1931 കറാച്ചി കോൺഗ്രസിൻ്റെ പ്രമേയമായിരുന്നു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനു മുമ്പ് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മതവെറിയുടെ ചരിത്രമാണ് എന്ന് പറയാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഔറംഗസീബിനെയാണ്. ഔറംഗസീബിൻ്റെ മുഖ്യ സൈന്യാധിപൻ ഒരു ഹിന്ദു ആയിരുന്നു എന്നുള്ളത്, ശിവജിയുടെ പ്രധാനമന്ത്രി ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവർ ചരിത്രം പഠിക്കാത്ത കുട്ടികളാണ്. അതുകൊണ്ടാണ്
ഔറംഗസീബിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും നമ്മളോട് ഔറംഗസീബിൻ്റെ സഹോദരനായിട്ട് ദാരാ ഷക്കോവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ഔറംഗസീബിൻ്റെ സഹോദരനായിരുന്നു ദാരാ ഷക്കോവ്. ഷാജഹാൻ്റെ മറ്റ് മക്കളെല്ലാം ഔറംഗസീബും ഷൂജയും മുറാദുമെല്ലാം അവരെല്ലാം രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന സമയത്ത് ദാരാ ഷക്കോവ് അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്നുകൊണ്ട് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരും ഏകോദര സഹോദരങ്ങളാണ് എന്ന പാഠം പഠിപ്പിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. സ്വന്തം സഹോദരൻ്റെ കൈകൊണ്ട് തുറുങ്കിലാക്കപ്പെടുകയായിരുന്നു ദാരാ ഷക്കോവ് എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെ തുറുങ്കിലാണെങ്കിലും രാജകുമാരൻ്റെ ചില പ്രിവിലേജുകളുണ്ടല്ലോ, ആ പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബനാറസിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഈ ഉപനിഷത്തുകൾ മുഴുവൻ പഠിച്ചു. ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. 50 ഉപനിഷത്തുകൾ 150 കൊല്ലം അതങ്ങനെ കിടന്നു. 150 കൊല്ലത്തിനിപ്പുറത്ത് ആൻക്വറ്റിൽ ദൂ പെറോൺ എന്ന് പറയുന്ന ഒരു ലത്തീൻ കത്തോലിക്ക പാതിരിയാണ് അതിനെ ലാറ്റിനിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നത് മൊഴിമാറ്റങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അങ്ങനെയാണ് ഫ്യൂസനിലൂടെ മാക്സ് മുള്ളറിലൂടെ ഈ ഉപനിഷത്തുകളെക്കുറിച്ച് ലോകം അറിയാനിടയായത്. ആർഷഭാരത പൈതൃകത്തിൻ്റെ ഉത്തുംഗ പ്രതീകമെന്ന് ഇവർ അവകാശപ്പെടുന്ന ഉപനിഷത്തുകളുടെ അതിജീവനത്തിൻ്റെ പാതയിൽ ഒരു മുസ്ലിം രാജകുമാരൻ്റെ രക്തവും ഒരു ലത്തീൻ കത്തോലിക്ക പാതിരിയുടെ കണ്ണുനീരും ഉണ്ട് എന്നുള്ള ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രം ലോകത്തിലെ സാംസ്കാരിക ചരിത്രങ്ങളുടെ മേളനങ്ങളിൽ കനകലിപികളിൽ എഴുതി വയ്ക്കപ്പെടേണ്ടതാണ്. പക്ഷെ ആ ചരിത്രം ഒരിക്കലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരില്ല കേട്ടോ. കാരണം അത് പഠിപ്പിച്ചാൽ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാബറി മസ്ജിദ് പൊളിക്കാൻ തോന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്നത് എക്കാലത്തും ഒരു ഇന്ത്യൻ ആശയമായിരുന്നു. എന്തിനാണെന്നറിയോ? ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ ഈ വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകൾ പുറത്തുനിന്നൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തട്ടിട്ടുകൊണ്ടാണ് ഉമ്മറത്തേക്ക് വരിക. ഈ തട്ടിടുക എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആചാരമായിരുന്നില്ല, അതൊരു മുസ്ലിം ആചാരമായിരുന്നു. നമ്മൾ കടമെടുത്തതാണ്. തിരിച്ചങ്ങോട്ടും കടമെടുത്തിട്ടുണ്ട് കേട്ടോ. സൂഫികളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ പാട്ടുപാടി ഉറക്കുന്ന പാരമ്പര്യം. അവിടെ അവർ പാടുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ ഈ ഗർഭിണിയുടെ ഉള്ളിൽ കിടക്കുന്ന വയറിനുള്ളിൽ കിടക്കുന്ന കുട്ടിയെ അവർ ഉപമിക്കുന്നത് കൃഷ്ണനോടാണ്. എന്തുമാതിരി കൊണ്ടും കൊടുത്തും നടന്നൊരു പാരമ്പര്യമാണ് നമുക്കുള്ളതെന്നറിയോ നമുക്ക്. അതുകൊണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്നത് എക്കാലത്തും ഒരു ഇന്ത്യൻ ആശയം തന്നെയായിരുന്നു. 3 വിചാരധാര പറഞ്ഞു വയ്ക്കുന്നത് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്, സോഷ്യലിസം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാവാൻ പാടില്ലാത്തൊരാശയമാണെന്നുള്ളതാണ്. എക്കാലത്തും ബ്രാഹ്മണൻ ഉച്ചസ്ഥായിയിലും ഇപ്പുറത്ത് പഞ്ചമന്മാർ താഴത്തെ തട്ടിൽ നിൽക്കണം എന്നുള്ളതാണ് വിചാരധാര മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന എന്നാണ് ചീന്തി എറിയപ്പെടാൻ പോകുന്നത് എന്ന് ഇത്തവണ അതിനുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത്തവണ തന്നെ അത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിൽ സംസാരിക്കാം, നിങ്ങൾക്ക് ഏത് ജാതിയോ മതമോ വേണമെങ്കിൽ ആകാം, മറ്റൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്നത് മാതിരി നിങ്ങളെല്ലാം ഭരണകൂടത്തിന് മുമ്പിൽ തുല്യരാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന തുല്യതയെ, ഈ പറയുന്ന ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ തൂണുകൾ ഒന്നൊന്നായി കടലെടുക്കപ്പെടുന്നൊരു കാലത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിൽ കയറിയ നെഹ്റു മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിൻ്റെ സഹിഷ്ണുത എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രാജ്യത്തിൻ്റെ പേരായിരുന്നു കേട്ടോ ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. നെഹ്റു മന്ത്രിസഭയുടെ ഒന്നാമത്തെ പ്രത്യേകത, അതിനകത്ത് 6 മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ഒരു മതത്തിലും പെടാത്ത ആളുകളുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അതിനകത്ത് എല്ലാ വർഗത്തിലും പെട്ട, വർഗം എന്ന് പറഞ്ഞാൽ ക്ലാസ്, മാർക്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഗത്തിലും പെട്ട ആളുകൾ, അതിസമ്പന്നന്മാർ മുതൽ ആകപ്പാടെ 2 ജോഡി ഡ്രസ്സ് മാത്രമുണ്ടായിരുന്ന തീവണ്ടി ആഫീസിലെ ശുചിമുറിയിലിരുന്നു കൊണ്ട് അത് കഴുകി അവിടെ തന്നെ തോരയിട്ട് ഉണക്കിയിട്ട് പാർലമെൻറ്റിലേക്ക് പോയിരുന്ന മന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന മന്ത്രിസഭയായിരുന്നു അത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതൊന്നും ആയിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്
അതിനകത്ത് 3 മന്ത്രിമാർ കോൺഗ്രസ്സുകാരായിരുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ആജന്മ ശത്രുക്കളും ആജീവനാന്ത വിമർശകരുമായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ആളെ നമുക്കറിയാം, അത് ഡോക്ടർ BR അംബേദ്കറാണ്. രണ്ടാമത്തെ ആൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനകാര്യ മസ്തിഷ്കത്തിൻ്റെ ഉടമയായിരുന്ന മദിരാശിക്കാരനായിരുന്ന RK ഷൺമുഖം ചെട്ടിയായിരുന്നു. മൂന്നാമത്തെ ആളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും. അത് ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ഈ മൂന്ന് പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് നെഹ്റു തീരുമാനിച്ചത് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഗാന്ധി നെഹ്റുവിനോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്കാണ്, അല്ലാതെ കോൺഗ്രസിനല്ല. അതുകൊണ്ട് എവിടെയെല്ലാം നല്ല തലച്ചോറുകളുണ്ടോ ആ തലച്ചോറുകളെ മുഴുവൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന ഗാന്ധിയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരുന്നു നെഹ്റു ഈ തീരുമാനമെടുത്തത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ, ഇന്ന് ജനാധിപത്യത്തിൻ്റെ തൂണുകളെല്ലാം ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഭരണകൂടത്തിൻ്റെ വർഗസ്വഭാവം. ആദ്യത്തെ ഭരണകൂടത്തിൻ്റെ വർഗസ്വഭാവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ വർഗസ്വഭാവം നോക്കൂ നിങ്ങൾ. അവിടെ ശതകോടീശ്വരന്മാരുടെ വിളയാട്ടമാണ്. 2, നമ്മുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ഈ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയാണെന്നാണ്. ഒന്നുമില്ല കേട്ടോ. മിണ്ടാൻ അവസരമല്ല, വായ തുറക്കാൻ അവസരമില്ല. ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് ആഴ്ചകളിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ വകുപ്പും ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കാശ്മീരിന് വേണ്ടിയിട്ടുള്ള 370 വകുപ്പ്, പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു സംവിധാനം. അത് എടുത്തു കളയാനായിട്ട് അമിത് ഷാജിക്ക് വേണ്ടി വന്നത് 36 സെക്കൻഡ് മരപ്പായ കടലാസുമായിരുന്നു. ഒരാളെ ചർച്ച ചെയ്യാനായിട്ട് അനുവദിച്ചില്ല കേട്ടോ. 2 എക്സിക്യൂട്ടീവ്, ഞാനടങ്ങുന്ന ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ സംവിധാനം, അതിൽ 75% ആളുകൾ കൃത്യമായിട്ട് സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെ ഐഡിയോളജി പേറുന്ന, അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണെന്നുള്ളതാണ്. നിങ്ങൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു നോക്കുന്നത്. ഞങ്ങളൊക്കെ ഈ സംഘടനാ പ്രവർത്തനമായിട്ട് നടക്കുന്ന മനുഷ്യരാണ്. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ വർത്തമാനം പറയണ മാതിരിയല്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വർത്തമാനം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് തേട്ടി വരുന്നു. അപ്പോൾ ഈ പറയുന്ന ഐഡിയോളജി പേരെക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. 3, ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇതുപോലെ നാണം കെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. 67.1 ലക്ഷം കേസുകളാണ് ഇന്ത്യയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ആ കെട്ടിക്കിടക്കുമ്പോഴാണ്, അതും 15-20 കൊല്ലം പഴക്കമുള്ള അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് വിധി പ്രഖ്യാപിക്കേണ്ട കേസുകൾ, അത് കെട്ടിക്കിടക്കുമ്പോഴാണ് അക്ബർ എന്ന് പറയുന്ന ആൺസിംഹവും സീത എന്ന് പറയുന്ന പെൺസിംഹവും ഒരേ പഞ്ചായത്തിൽ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാവുമെന്നും പറഞ്ഞിട്ട് ഒരുത്തം കൊണ്ടുവന്നൊരു കേസ് കൊടുക്കണം. അടിയന്തര പ്രാധാന്യത്തോട്ട് അത് പരിഗണിക്കുന്നു, പിറ്റേ ദിവസം തന്നെ വിധി പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നറിയോ. ആൺമയിലിൻ്റെ കണ്ണുനീര് കുടിച്ചിട്ടാണ് പെൺമയിൽ ഗർഭം ധരിക്കണമെന്ന് ഒരാൾ. യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന പുസ്തകം വീട്ടിൽ വയ്ക്കുന്ന നിയമവിരുദ്ധമാണെന്ന് വേറൊരാൾ. ചാണകത്തിന് അണ്വായുധ വികരണത്തെ തടയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ. ബാബറി മസ്ജിദിൻ്റെ വിധി എന്നെക്കൊണ്ട് പ്രഖ്യാപിപ്പിച്ചത് ദൈവം രാത്രി എൻ്റെ തലച്ചോറിനകത്ത് വന്നിരുന്നിട്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി. ഈ ജഡ്ജിമാർക്ക് കൃമികടി ഉണ്ടാവുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ അസുഖമല്ല കേട്ടോ. ഇതിനൊക്കെ കൃമികടി എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട പല കാര്യങ്ങളും കോടതിയാണല്ലോ വിളിച്ചു പറയണത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് കേരളത്തിലെ ഗവൺമെൻറ് കുഴപ്പം കൊണ്ടാണെന്നാണല്ലോ കേരളത്തിലെ ഒരു ജഡ്ജി എന്നാളിരുന്നിട്ട് പറഞ്ഞത്. പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. നമ്മുടെ ഭരണഘടനയിൽ നോൺ ജുഡീഷ്യബിൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിനെ നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അതായത് എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പാണത്. അത് നോൺ ജുഡീഷ്യബിളാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് മാന്താൻ പറ്റില്ല അതൊന്ന് കയറിയിട്ട്. സത്യത്തിൽ ഇത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അംബേദ്കറുടെ താല്പര്യം എന്ന് പറയുന്നത്. അതിനെ എതിർത്ത് തോൽപ്പിച്ചത് ഇവിടുത്തെ വലതുപക്ഷമായിരുന്നു.
അങ്ങനെയാണ് അത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ നടത്തണ്ട. അപ്പോൾ ഒരിക്കൽ സുപ്രീം കോടതിയിൽ ഒരു ഏമാന് കൃമികടി മൂത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഞങ്ങൾ സുപ്രീം കോടതിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റാത്തതായിട്ടൊന്നും നമ്മുടെ ഭരണഘടനയിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് ഈ സുപ്രീം എന്നുള്ളതിൻ്റെ മുകളിലുള്ള വാക്ക് എന്താ നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ അന്ന് നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നെഹ്റു അടുത്ത ദിവസം പാർലമെൻറ്റിൽ പച്ചക്കങ്ങ അലക്കി, നിങ്ങൾ സുപ്രീം കോടതിയായിരിക്കും, ബട്ട് അൾട്ടിമേറ്റ് അതോറിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലായി സുപ്രീമിൻ്റെ മുകളിലുള്ള വാക്കാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവർക്കെല്ലാവർക്കും കൂടെ ഇവിടെ വന്ന് കയറിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ നിയമം ഉണ്ടാക്കും, ആ നിയമം കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ നിയമം ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ മാഷന്മാരെ എന്ന് പറഞ്ഞു. ഒരു പട്ടിക്കുഞ്ഞ് വായ തുറന്നില്ല കേട്ടോ. 4 മാധ്യമങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തൂലിക ചലിപ്പിക്കാൻ ശക്തിയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഇന്ത്യയിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തത് അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരക്ഷരം പോലും പ്രിൻ്റ് ചെയ്യാതെ കറുത്ത മഷി പുരട്ടിയിട്ട് ആ പത്രം പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ കാലത്തും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താ? അവർ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുക, അവരുടെ കാല് നക്കുക എന്നുള്ളതാണ്. ഒപ്പം 2 കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്കൊരു പുതിയ സിലബസ് വരാൻ പോവുകയാണ്. നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഇവരേറ്റവും കൂടുതൽ സമയം ചെലവഴിക്കിയത് ഈ പുതിയ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സിലബസിൻ്റെ ഒരു 2-3 പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വെറുതെ ഗുണ്ട് പറയുകയല്ല കേട്ടോ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ പശുവിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു പാഠമുണ്ട്. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എങ്ങനെ സംഗ്രഹിക്കാം. ഇന്ത്യൻ പശുവിൻ്റെ പാലിന് മഞ്ഞ നിറമാണ്, കാരണം അതിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്. 2, ഇന്ത്യൻ പശു പരിചയമില്ലാത്ത ആളുകളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, പക്ഷേ ജേഴ്സി പശുവാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കൂല. 3, ചാണകത്തിന് അണ്വായുധ വികരണത്തെ തടയാനുള്ള കഴിവുണ്ട്. 4, പണ്ട് ഭോപ്പാലിൽ വിഷവാതക ദുരന്തം ഉണ്ടായല്ലോ. ആ വിഷവാതക ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ ചാണകം മെഴുകിയ വീടുകൾക്കുള്ളിൽ താമസിച്ചിരുന്ന ആളുകൾക്കൊന്നും പറ്റിയില്ല. അടുത്തതാണ് കേട്ടോ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അതായത് ഈ കാളയുടെ പുറത്തുള്ളൊരു മുഴയുണ്ടല്ലോ, ഈ മുഴയ്ക്ക് സൂര്യൻ്റെ ഊർജ്ജം നേരിട്ട് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൈവച്ച് നിന്നാൽ മതി, ആ ഊർജ്ജം മുഴുവനും കൂടെ കയറിക്കൊള്ളുന്നത്. നാളെ നമ്മുടെ കുട്ടികളിത് പഠിക്കാൻ പോവാണ് കേട്ടോ. മധ്യപ്രദേശിലെ ഭോജ് എന്ന് പറഞ്ഞൊരു സർവകലാശാലയുണ്ട്. അവിടെ PhDക്ക് 2 ടോപ്പിക്കുണ്ട്. ഒന്ന് പുഷ്പക വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയാണ്. ഞാൻ PhD എടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ചാൾസ് ഫോസ്റ്റർ എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട എലികളുടെ ഉള്ളിലേക്ക് മെർക്കുറി ക്ലോറൈഡ് ഇഞ്ചെക്ട് ചെയ്ത് അവർക്ക് അനീമിയ, വിളർച്ച ഉണ്ടാക്കിയിട്ട് അവർക്ക് മരുന്ന് കൊടുത്ത് നിശ്ചിത ദിവസത്തിന് ശേഷം അതിനെ കൊന്ന് സാക്രിഫൈസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ ഗവേഷകരുടെ ഭാഷയിൽ പറയുക. കൊന്ന് അതിനെ തുണ്ടമായിട്ട് വെട്ടി നുറുക്കി അതിൻ്റെ സ്മിയർ ഉണ്ടാക്കി അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ PhD എന്ന് പറയുന്നത്. അവിടുത്തെ PhDക്കുള്ള 2ാമത്തെ ടോപ്പിക് എന്താണെന്നറിയോ? പണ്ട് ഹനുമാൻ ലങ്ക കത്തിക്കാൻ പോയില്ലോ, ചെങ്ങായുടെ വാലിൻ്റെ അറ്റത്ത് തീയും കൊണ്ടാണല്ലോ പോയത്. ലങ്ക മുഴുവൻ തീ കൊടുത്തില്ലോ, ചെങ്ങായുടെ വാലുമ്പഴേക്ക് തീ പടർന്നില്ലല്ലോ. അതിൻ്റെ പുറകിലുള്ള സാങ്കേതിക വിദ്യ എന്താണെന്നുള്ളതാണ് PhDയുടെ ടോപ്പിക്കാണ്. ഉത്തർപ്രദേശിലെ ഒരു സർവകലാശാലയിൽ അവിടുത്തെ ബിരുദത്തിൻ്റെ സിലബസിൽ യോഗി ആദിത്യനാഥിൻ്റെയും ബാബ രാംദേവിൻ്റെയും പുസ്തകമുണ്ട്. നാളെ നമ്മുടെ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസിസം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുകളെയാണ് കേട്ടോ അവർക്ക് ഉൾപ്പെടുത്തുന്നത്. അവിടെയാണ് പുരോഗമന കലാസാഹിത്യ സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മാത്രമേ പ്രതിരോധമാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കണം കേട്ടോ. പ്രതിരോധത്തിന് ഒരുപാട് വഴികളുണ്ട്. സാദത്ത് ഹസൻ മന്തോ എന്ന് പറയുന്ന ഒരു ഉറുദു എഴുത്തുകാരനുണ്ടായിരുന്നു. വിഭജനത്തിൻ്റെ മുറിപ്പാടുകളെക്കുറിച്ച് കണ്ണിൽ നിന്ന് ചോരയിട്ട് വീഴുന്ന ഭാഷയിൽ കഥകൾ എഴുതിയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഖോൽദോ എന്ന് പറയുന്നൊരു കഥ, ആ കഥയിൽ അത് ഒരു ഷക്കീനയുടെയും സിറാജുദ്ദീൻ്റെയും കഥയാണ്. സിറാജുദ്ദീൻ്റെ മകളാണ് ഷക്കീന.
വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വർഗീയ കലാപത്തിൻ്റെ കാലത്ത് ഷക്കീനെ കുറച്ച് പേര് ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. സിറാജുദ്ദീൻ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. സിറാജുദ്ദീൻ അവളെ അന്വേഷിച്ചിറങ്ങുന്നു. അവിടെ വളണ്ടിയർ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ഇദ്ദേഹത്തിനൊപ്പം ചേരുന്നു. അവസാനം അന്വേഷണത്തിനൊടുവിൽ റെയിൽ പാളത്തിൽ ഒരു അടിപ്പാവാട മാത്രം ഉടുത്തുകൊണ്ട് കിടക്കുന്ന, എത്ര പേരാണ് തന്നെ ബലാത്കാരം ചെയ്തത് എന്ന് പോലും അറിയാതെ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിൽ കിടക്കുന്ന ഷക്കീനെ ഇവർ കണ്ടെത്തുന്നു. ഇവർ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് തൊട്ടടുത്ത PHCയിലേക്ക് അവിടുത്തെ ഡോക്ടറെ മുമ്പിലേക്ക് കൂട്ടിയില്ലുന്നു. നമ്മുടെ PHCകൾ പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അന്ന്. നമ്മുടെ PHCകളുടെയൊക്കെ മുഖം മാറിയത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അക്കാര്യത്തിലൊരു തർക്കം വേണ്ട. അവിടെ കറണ്ടില്ല, കാറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ പരിശോധിക്കാൻ വന്ന ഡോക്ടർ ചുറ്റും കൂടി നിന്ന ആളുകളോട് അല്പം കാറ്റും വെളിച്ചവും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാറി നിൽക്കാനായിട്ട് പറഞ്ഞു, ജനാല ചൂണ്ടിക്കൊണ്ട് ഖോൽ തോന്ന്, തുറക്കൂന്ന്. ഈ പറയുന്ന അർത്ഥപ്രാണയായിട്ട് കിടന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവൾ ചാടി എഴുന്നേറ്റ് നിന്ന് അവൾ ഉടുത്തിരുന്ന ഒരേ ഒരു അടിപ്പാവാട കൂടെ അഴിച്ച് താഴത്തിടുന്നു. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഖോൽദോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത്രയേറെ പരുഷവും നിന്ദ്യവും ക്രൂരവുമായിരുന്നു. അപ്പുറത്ത് സിറാജുദ്ദീൻ നിലവിളിക്കുന്നുണ്ട്, എൻ്റെ മകൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട്. നോക്കൂ, അവിടെ ഖോൽദോ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ആ വാക്കൊരു പ്രതിരോധത്തിൻ്റെ കവചമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. സുഗതകുമാരി ടീച്ചറുടെ അമ്മ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഈ നാട്ടിലെ സ്ത്രീകൾ ആയിരത്താണ്ടുകളായിട്ട് അനുഭവിച്ചു വന്ന ദുരന്തങ്ങളുടെ കഥ മുഴുവൻ ടീച്ചറിങ്ങനെ വരച്ചു വയ്ക്കുന്നുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ കണ്ണീരൊഴുക്കുകൾ, മൃത്യുവേക്കാൾ മഹാദുഃഖഭീതികൾ, മാനഹാനികൾ, വിഴുപ്പലക്കുവോർ ചൂണ്ടും എത്ര ചാരിത്രശങ്കകൾ, പിളരട്ടെ ഭൂമി എന്ന വിളിതൻ നൂറുമാറ്റൊലി, നീതിവേദിയിൽ നിർത്തിക്കൊണ്ടുടയാടയഴിക്കൽ. ഓരോ വരിയും ഓരോ ചരിത്രമാണ് കേട്ടോ. നീതിവേദിയിൽ നിർത്തിക്കൊണ്ടുടയാടയഴിക്കൽ, തീപ്പാതിയാം മേനികൾ, ലേലം വിളി, കല്ലെറിയാൻ വിധി, നിന്ന ഞാനറിയില്ലെന്ന് മുഖം വെട്ടിച്ചു നിന്നതും, അമ്മതൻ വീടുമന്യം താനെന്നറിഞ്ഞു തകർന്നതും, ചവിട്ടിക്കൊന്നതും, കെട്ടിത്താഴ്ത്തതും, മൊഴി ചൊന്നതും, വയറ്റിൽ ചലനം വച്ച ഹേതുവാൽ കെട്ടിഞ്ഞാത്തതും, ജനിച്ച മാത്രയിൽ പെണ്ണെന്നറിക കൊന്നൊഴിച്ചതും, മുണ്ടനം ചെയ്തതും, പാപഹേതുവെന്നു വിളിച്ചതും, അമ്മയെന്നു വിളിക്കുന്നോരിവളെ തന്നെ അല്ലയോ. എത്ര മനോഹരമായിട്ടാണെന്ന്. നമ്മൾ 1000 പേര് ചേർന്ന് തെരുവിൽ നിന്ന് മുദ്രാവാക്യം കളിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുകയാണ് ഈ വരികൾ. ഇനി ഒന്നും പറയാതെ പോലും പ്രതിരോധിക്കാം. 947 ഷാങ്ഹായ് നഗരത്തിൻ്റെ പതനം. തോറ്റോടുന്ന കുമിന്താങ് പട്ടാളക്കാർ അവിടുത്തെ വീടുകൾ മുഴുവൻ കൊള്ളയടിച്ചു. അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ മാനഭംഗം ചെയ്തു. ഇവർ കാത്തിരിക്കുകയാണ് ജനകീയ വിമോചന സേനയുടെ വരവിന് വേണ്ടിയിട്ട്. പിറ്റേ ദിവസം രാവിലെ 4 തോള് ചേർന്ന ആളുകളുടെ അടുക്കുകളായിട്ട് ജനകീയ വിമോചന സേനയുടെ സൈന്യം മാർച്ച് ചെയ്തുകൊണ്ട് ഷാങ്ഹായ് നഗരവീഥികളിലേക്ക് കടന്നു വരുന്നു. ഇരുവശത്തും നിന്ന് അവിടുത്തെ നഗരവാസികൾ അവരെ അഭിവാദ്യം ചെയ്തു, ഇവരവരെ പ്രത്യഭിവാദ്യം ചെയ്തു. ആ പ്രധാനപ്പെട്ട നഗരവീഥികളുടെ 2 വശത്തുമുള്ള കരിങ്കല്ല് പതിച്ച പാതയിൽ കിടന്നിട്ട് രാത്രി ഇവർ ഉറങ്ങുന്നത് കണ്ട് ഷാങ്ഹായ് നഗരം കോരിത്തരിച്ചു. പിറ്റേ ദിവസം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഉദയം കുറിക്കാനായിട്ട് ചേർന്ന മഹാസമ്മേളനം, 10,000 പങ്കെടുക്കുന്ന വേദി, അവിടെ കെട്ടി ഉയർത്തിയ സ്റ്റേജിലേക്ക് ഒരു കുറിയ മനുഷ്യൻ കടന്നു വരികയാണ്. ഈ 10,000 ആർത്തലച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഈ മനുഷ്യനുണ്ടല്ലോ, ഇതുപോലൊരു പോഡിയത്തിന് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ അവിടെ നിന്ന് കരഞ്ഞു. കാരണം പതിറ്റാണ്ടുകളായിട്ട് തൻ്റെ ജനങ്ങൾ അനുഭവിച്ച സഹനം എന്താണെന്ന് ആ മനുഷ്യന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആ പ്രതിരോധിക്കുന്നതിന് തെരുവിലേക്കിറങ്ങണം എന്ന് നിർബന്ധമില്ല. ആ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ തലച്ചോറുകളെ മാറ്റി എഴുതിക്കൊണ്ടാണ്. അതിന് പറ്റുന്ന ഒരു കൂട്ടായ്മയാണ്
പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കടമയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് സിലബസിനെ കുറിച്ചായിരുന്നു. അതിനുമപ്പുറത്ത് മറ്റൊരു അപകടം കൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിശക്തമായ ഒരു പാരാമിലിറ്ററി ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് RSS എന്ന് പേരുണ്ട്, അതിന് ബജരംഗദൾ എന്ന് പേരുണ്ട്, അതിന് ദുർഗാവാഹിനി എന്ന് പേരുണ്ട്, അതിന് ശ്രീരാമസേന എന്ന് പേരുണ്ട്, അതിന് ഹനുമാൻ സേന എന്ന് പേരുണ്ട്, അതിന് അയ്യപ്പ സംരക്ഷണ സമിതി എന്ന് പേരുണ്ട്. ആയുധാഭ്യാസം ശ്രദ്ധിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ ഏത് നിമിഷവും കയറി ആക്രമിക്കാൻ തയ്യാറായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, ഓരോ വാക്കും, ഓരോ നോക്കും, ഓരോ ചേഷ്ടയും പ്രതിരോധത്തിൻ്റെതായി മാറുന്ന, അല്ലെങ്കിൽ മാറേണ്ട പ്രതിഷേധത്തിൻ്റെതായി മാറുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇക്കാലത്ത് മൗനം പാലിക്കുക എന്ന് പറയുന്നത് അത് ഫാസിസത്തോട് സന്ധി ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ചോദിക്കും കേട്ടോ നമ്മളോട്. പണ്ട് സുഗതകുമാരി ടീച്ചർ എഴുതിയതുപോലെയാണ്, നാളെ നമ്മുടെ കുട്ടികൾ ചോദിക്കുമോ, നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ, തായ്മൊഴി തന്നീണമെങ്ങനെ, ചോരിവാക്കോതുന്ന മാതിരി എങ്ങനെ, തായ് മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ, തായ്ച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ. എന്ത് മനോഹരമായിട്ടുള്ള കവിതയാണെന്നറിയോ അത്. അമ്മതൻ വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, കൂട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാട്ടുകൾ, നാവേറുമന്ത്രം, നറുക്കിലപ്പൂവുകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ, നാദമായി വന്നെൻ്റെ നാവിലത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതീ ഉള്ളെഴുത്തുകൾ, എത്ര കൗതൂഹലം വാക്കിനാൽ മിണ്ടുമീ ചിത്രലേഖത്തിൻ്റെ താളുകൾ. നാളെ ഇങ്ങനെയൊന്നും കവിത എഴുതാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നാളെ ഇവന്മാർ തീരുമാനിക്കും നിങ്ങൾ എന്തെഴുതണമെന്ന്, നിങ്ങൾ ഏത് വൃത്തത്തിൽ എഴുതണമെന്ന്. മിക്കവാറും ഭുജംഗപ്രയോഗമാണ് തീരുമാനിക്കാൻ വഴിയുള്ളത്. കാരണം ഇവരുടെ ദേശീയഗാനം ഉണ്ടല്ലോ, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറയുന്നത്, അതിൻ്റെ ആദ്യത്തെ 4 വരി ഭുജംഗപ്രയോഗത്തിലാണ്. അപ്പോൾ ഭുജംഗപ്രയോഗത്തിൽ തന്നെ എഴുതിക്കൊള്ളണമെന്ന് ചിലപ്പോൾ നിയമം കൊണ്ടുവരാനും വഴിയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഫാസിസത്തോട് സന്ധി ചെയ്യുന്നതിനുള്ള അതിൻ്റെ ഒറ്റുകൂലി വാങ്ങലാകും. ഇതൊക്കെ പറയുമ്പോഴും കാര്യങ്ങളെല്ലാം അവസാനിച്ചു പോയി എന്ന ധാരണയൊന്നും എനിക്കില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾ, സാധാരണക്കാരായ മനുഷ്യർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും ഒരുമിച്ച് അണിനിരന്നാൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട സമരങ്ങൾ അരങ്ങ് തകർത്ത ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കെട്ടകാലത്തിനെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. UP ജയരാജൻ്റെ നിരാശാഭരിതനായ സുഹൃത്തിന് ഒരു കത്ത് എന്ന് പറയുന്ന ഒരു നോവലൈറ്റുണ്ട്. ആ നോവലൈറ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിലംപതിക്കുന്ന ഓരോ പോരാളിക്കും പകരം രാവണൻ്റെ ശിരസ് പോലെ പുതുതായി മറ്റൊരാൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. സമരത്തെ മുന്നോട്ട് നയിക്കുന്ന ഓരോ ധീരയോദ്ധാവും രാമബാണം പോലെ സഹസ്രങ്ങളായി പെരുകുന്നുണ്ട്. വെയിൽ ചുന്നുന്നുണ്ട്, ഓർമ്മകൾ ഉണരുന്നുണ്ട്, കാക്കകൾ കരയുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, മരങ്ങൾ ഉലയുന്നുണ്ട്, കാടിളകുന്നുണ്ട്, ചൂഷണം പെരുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരം തുടരുന്നുമുണ്ട്. ചൂഷണം പെരുകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സമരം തുടരുന്നുണ്ട്. സമരം തുടരുക തന്നെ വേണം. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.